ഹലോ വ്യൂവേഴ്സ്. നമുക്കിന്ന് 69 വിഭവം കൂട്ടിയ ഒരു സദ്യ ആയല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം അറിയാത്തവരായിട്ട് ആരും കാണില്ല. നമ്മളിന്നിവിടെ വള്ളസദ്യ കഴിക്കാനായിട്ട് ചേർന്നിരിക്കുകയാണ്. ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളസദ്യ, ആറന്മുള വള്ളംകളി, തിരുവോണത്തോണി, ഇങ്ങനെ തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം പറഞ്ഞാൽ തീരില്ല. ആറന്മുള കണ്ണന്റെ വിഗ്രഹം ആദ്യമുണ്ടായിരുന്നത് ശബരിമല പാതയിലെ നിലയ്ക്കലായിരുന്നു. അവിടെ നിന്നും 6 മുളകൾ കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാണ് കേട്ടറിവ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആറന്മുള എന്ന പേര് ലഭിച്ചത് അത്രേ. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ 4 ഗോപുരങ്ങൾക്കും മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നുവെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിന് പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം വെള്ളിയോടങ്ങൾ വന്നെടുക്കുന്ന ആറന്മുള ആറിന് അടുത്തേക്ക് ഞങ്ങൾ നടന്നു. നല്ല ചുട്ടുകൊള്ളുന്ന വെയിലുണ്ടായിരുന്നു അന്ന്. കുറച്ചങ്ങോട്ട് മാറി ചുണ്ടൻ വള്ളങ്ങളെല്ലാം നിരത്തിയിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളും കൂടെ കാലൊക്കെ വെള്ളത്തിൽ നനച്ച് പള്ളിയോടങ്ങളെല്ലാം നോക്കി നിന്ന് കുറച്ചു നേരം. നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. വേഗം ഞങ്ങൾ ഊണ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പള്ളിയോടക്കാർ ഓരോന്നായി വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഊണ് കഴിക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ വലുതായിക്കൊണ്ടേയിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണനെ വധിച്ചതിലുള്ള പാപത്തിൽ നിന്നും മുക്തി നേടാൻ അർജുനൻ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമാണ് ആറന്മുളയിലുള്ളതെന്നാണ് വിശ്വാസം. ഇങ്ങനെ പാട്ടും പാടിയെത്തുന്ന പള്ളിയോടക്കാർക്കൊപ്പം വള്ളസദ്യ കഴിക്കാനായിട്ട് ഭഗവാനും ഉണ്ടാകും എന്നാണ് വിശ്വാസം.
എങ്ങനെയൊക്കെയോ തിക്കിത്തിരക്കി സദ്യ നടക്കുന്ന ഹാളിലെത്തി. 3 ടൈപ്പിലുള്ള പപ്പടം തന്നെ ഉണ്ടായിരുന്നു സദ്യയ്ക്ക്. ഏത്തയ്ക്ക ഉപ്പേരി, ചേന ഉപ്പേരി, ഉണ്ണിയപ്പം, എള്ളുണ്ട, പരിപ്പുവട, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു സദ്യയ്ക്ക്. വള്ളക്കാർ ഓരോ വിഭവത്തിൻ്റെയും പാട്ടുപാടി ആവശ്യപ്പെടുന്ന രീതിയാണ് വള്ളസദ്യയിലുള്ളത്. അവർ ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ സദ്യയിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കാട്ടൂർ മനയിലെ ഒരു ഭട്ടതിരി തിരുവോണ നാളിൽ വിഷ്ണു ഭഗവാന്റെ പ്രീതിക്കായി ഒരു ബ്രാഹ്മണന് കാലു കഴുകിച്ച് ഊട്ട് നടത്തിയിരുന്നു. എന്നാൽ ഒരു വർഷം തിരുവോണ നാളിൽ ഈ ചടങ്ങിന് ആരും എത്തിയില്ല. ഏറെ ദുഃഖിതനായ ഭട്ടതിരി തൻ്റെ വ്രതം മുടങ്ങിയതിന് ദുഃഖിതനായി തിരുവോണ നാളിൽ ആറന്മുള ഭഗവാനെ ധ്യാനിച്ച് ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അന്ന് തേജസാർന്ന ഒരു ബാലൻ ഭട്ടതിരിയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തി. ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങാൻ നേരം ബാലൻ പറഞ്ഞു,
ഇനി വിഭവങ്ങൾ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന്. സാക്ഷാൽ ആറന്മുള കൃഷ്ണനായിരുന്നത്രേ ആ ബാലൻ. പിന്നീട് എല്ലാ വർഷവും മുടങ്ങാതെ കാട്ടൂർ മനയിൽ നിന്നും ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിലെത്തി. അങ്ങനെ 4 കൂട്ടം പായസവും പരിപ്പും സാമ്പാറും എല്ലാം കൂട്ടി സദ്യയൊക്കെ ആസ്വദിച്ചു തിരിച്ചു പോകാൻ ഞങ്ങൾ റെഡിയായി.